to all. We were dealing with the chapter of NIOS plus 2. You know that we have to study a lot of chapters. There are a lot of chapters in it. So each chapters we are going to study the 8th chapter. കാരണം നിങ്ങൾക്ക് TMA ആയിട്ടും അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബേസിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഇസ് A case of suspicion. Okay, a case of suspicion, and the story, it's a suspense story. നമുക്കറിയില്ലേ, ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണ് സസ്പെൻസ്. അടുത്ത് എന്ത് സംഭവിക്കുന്നത്. സോ ദിസ് ഇസ് എ സസ്പെൻസ് സ്റ്റോറി. ടൈറ്റിൽ ഇസ് എ കേസ് ഓഫ് സസ്പീഷൻ. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റോറി ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 സെക്ഷൻസ്. ഇതിനെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സെക്ഷൻ നോക്കാം. ആർ യു റെഡി? ലെറ്റ്സ് സീ. ഫസ്റ്റ്, ഹൂ ആർ ദ ക്യാരക്ടേഴ്സ്? ഇതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? എ കൺട്രി ഡോക്ടർ ഇസ് ദേർ. ഒരു കൺട്രി ഡോക്ടർ ഉണ്ട്. ആൻഡ് ഹി സെറ്റ്സ് ഔട്ട് ടു ഹെൽപ്പ് എ പേഷ്യൻറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വിൻഡി നൈറ്റ്. ഡു യു നോ വാട്ട് ഇസ് ദ വിൻഡി നൈറ്റ്? വിൻഡി നൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള, അതായത് മഞ്ഞ് വീഴുന്ന ഒരു രാത്രി. ഓക്കെ, ഹി ഗോട്ട് എ കോൾ. അദ്ദേഹത്തിന് ഒരു കോൾ വരികയാണ്. ആൻഡ് ഹി ഡിസൈഡഡ് ടു ഗോ ടു മീറ്റ് ദാറ്റ് പേഷ്യൻ്റ്. ആ പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോറിയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ ആർ യു റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ യു നോ മൈ നെയിം ഇസ് വിജി. സോ വിൽ സ്റ്റാർട്ട് അവർ ടുഡേയ്സ് ക്ലാസ്. First, we are moving on to section 1. Section 1-ലേക്ക് നമുക്ക് പോവാം. I will read and I will explain to you. ഞാൻ വായിക്കാം എന്നിട്ട് explain ചെയ്യാം. He threw back the covers and sat upon his bed, his feet feeling along the cold floor for his house slippers, the telephone ringing insistently a little distance away. He turned on the light and walked to the phone and took down the receiver. അപ്പോൾ എന്താണ്, ഹീ സ്ലീപ്പിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി ഹിസ് ഫോൺ ഇസ് റിങ്ങിങ്. അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫോൺ എന്തെയാണ്, റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹി ജസ്റ്റ് ടേക്ക് ദ കവേഴ്സ് ആൻഡ് ഹി ഗെറ്റ് ഡൗൺ ഫ്രം ദ ബെഡ്. ഹീ സെർച്ചിങ് ഫോർ ഹിസ് സ്ലിപ്പേഴ്സ്. അദ്ദേഹം ബെഡിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ സ്ലിപ്പേഴ്സിന് വേണ്ടി സെർച്ച് ചെയ്യണേ. ഓക്കെ, സോ അറ്റ് ദാറ്റ് ടൈം ഹിസ് ടെലിഫോൺ ഇസ് റിങ്ങിങ് കണ്ടിന്യൂസ്ലി. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഹി ടേൺഡ് ഓൺ ദ ലൈറ്റ് ഓൺ ചെയ്തു. ടേൺഡ് ഓൺ മീൻ ലൈറ്റ് ഓൺ ചെയ്യും. സോ ടേൺഡ് ഓൺ എന്നൊക്കെ പറയുന്നത് ഫ്രേസൽ വേർബ്സ് ആണ്. ഐ തിങ്ക് യു ഹാവ് ഹേർഡ് അബൌട്ട് ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ 2 വേർഡ്സിനെ കണക്ട് ചെയ്തുണ്ടാക്കുന്ന സിംഗിൾ വേർഡാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഹി ടേൺഡ് ഓൺ ദ ലൈറ്റ് ആൻഡ് വാക്ക് ദ ഫോൺ. ഹി ടുക്ക് ദ റിസീവർ. റിസീവർ എടുത്തു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ദിസ് ഇസ് ഡോക്ടർ ബെൻസൺ. ഹി സെഡ്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഡോക്ടർ? ഡോക്ടറിൻ്റെ പേരാണ് ഡോക്ടർ ബെൻസൺ. എന്താണ് ഡോക്ടറിൻ്റെ പേര്? ഡോക്ടർ ബെൻസൺ. ഐ വിൽ റൈറ്റ് ഇറ്റ് ഓൺ ദ ബോർഡ്. ഡോക്ടർ ബെൻസൺ. ഡോക്ടറിൻ്റെ പേരാണ് ഡോക്ടർ ബെൻസൺ. I am Dr. Benson, he said. Ade, I am Dr. Benson. The November wind was bringing sound of the winter as it blew. Blew means Isha. Okay. Blew around the little white house. The doctor got into his clothes. He went to the table and stared a moment at his watch, his spirit complaining at the job ahead of him. So what he did, after he picked the phone pick ചെയ്തപ്പോൾ he understood, അദ്ദേഹത്തിന് മനസ്സിലായി ആരോ അത്യാവശ്യത്തിന് അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. സോ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു, ഐ എം റെഡി ടു കം, വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. ആൻഡ് ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് വാച്ച്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാച്ചിലേക്ക് ടൈം നോക്കിയത്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് മിഡ്നൈറ്റ്. രാത്രി. ആൻഡ് ഹി സ്റ്റാർട്ട് കേഴ്സിങ് ഹിസ് ജോബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയെ കേഴ്സ് ആണ്. ഐ എം എ ഡോക്ടർ ആയതുകൊണ്ടല്ലേ ഈ രാത്രിയൊക്കെ ആൾക്കാരെ വിളിച്ചാൽ പോയേണ്ടി വരുന്നതെന്ന് ഹീസ് തിങ്കിങ്. ഓക്കെ, അദ്ദേഹം ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് എക്സ്പെഷ്യലി the month is November. Okay,
in England, Western countries, month of November മാസം എന്ന് പറഞ്ഞാൽ it's the month of our winter season. It's winter season. Winter season start ചെയ്യുന്ന മന്താണ് നവംബർ. സോ ഹെവി വിൻഡ് ഇസ് ബ്ലോയിങ് ഔട്ട്. പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. സോ ഹീ ഈസ് കസിങ് ഹിംസെൽഫ്. കിടന്നുറങ്ങേണ്ട ഈ സമയത്ത് ഐ ഹാവ് ടു ഗോ ഔട്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം ആലോചിക്കാം. It's 2 o'clock. What is the time now? സമയം എത്രയായി? It's 2 o'clock. His mind also complained at the horrible hour, and he wondered why children had to be born at such an improper time. He took up the small handbags, the short pill bag, as people of the town knew it, and the long obstetrical case, the baby bag they called it. So you know that he is a doctor. ഒരു ഡോക്ടർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്റ്റെത്തസ്കോപ്പ്, അദ്ദേഹത്തിൻ്റെ മരുന്നിൻ്റെ ബാഗ് എല്ലാം ക്യാരി ചെയ്യണ്ടേ. സോ ഹീ ടുക്ക് ഓൾ ദോസ് ബാഗ്. സോ ഫ്രം ഹിസ് കോൺവെർസേഷൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം a lady is going to give birth to a baby. അതായത് ഒരു ലേഡി പ്രഗ്നൻ്റ് ആണ്. സോ she has that delivery pain. അവർക്ക് ഡെലിവറി പെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആരെ വിളിച്ചിട്ടുള്ളത്? ഡോക്ടറെ വിളിച്ചിട്ടുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അപ്പം എന്താണ്? ഹീ ഈസ് തിങ്കിങ് ഹിംസെൽഫ്. സോ വൈ ചിൽഡ്രൻ ആർ ടേക്കിംഗ് ബർത്ത് അറ്റ് ദിസ് 11th hour? ഓക്കെ, എന്തിനാ കുട്ടികളൊക്കെ ഇങ്ങനത്തെ രാത്രി, അതും മിഡ് നൈറ്റിൽ 2 മണിക്കൊക്കെ കുട്ടികൾ എന്തിനാണ് ഈ വേൾഡിലേക്ക്, അതായത് ഈ പ്രസവിക്കുന്ന സമയമൊക്കെ എന്തിനാണ് ഈ പാതിര 2 മണിയൊക്കെ ആക്കുന്നത്? ആര് ചിന്തിക്കുകയാണ്? ഡോക്ടർ ചിന്തിക്കുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ തിങ്സ് ഹി ക്യാരീഡ്? അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്തൊക്കെയാണ് എടുത്തത്? ഓർക്കുണ്ടോ എന്തൊക്കെയാണ് എടുത്തത്? യെസ്, എ സ്മോൾ ഹാൻഡ് ബാഗ്. ഹി ടുക്ക് എ സ്മോൾ ഹാൻഡ് ബാഗ്, എ ഷോർട്ട് pill bag. Pill bag means a bag which contains pills. മരുന്നുകൾ സൂക്ഷിക്കുന്ന bag. A small pill bag. And as the people of the town knew it, and the long obstetrical case, the baby bag they called it. അതുപോലെ ഡെലിവറി എടുക്കുമ്പം ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും. ആ ഒരു ബാഗ് അദ്ദേഹം എടുത്തു. സോ ഹി ഹാസ് ഡിസൈഡഡ് ടു ഗോ ഔട്ട് ടു ചെക്ക് ദാറ്റ് ലേഡി. ആ ലേഡീനെ ചെക്കപ്പിന് വേണ്ടി അയാൾ പോവാണ്. ഓക്കെ, ഐ യു റെഡി? ലെറ്റ്സ്, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. Dr. Benson stopped a moment to light and then put up the pack of cigarettes in his overcoat pocket. The wind felt like a surgeon's knife at his face as he opened the door and ran, bending low around the driveway to the garage. Okay, so what happened? I told you it's a winter season. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. And it is midnight. രാത്രി 2 മണിയാണ്. സോ യു ക്യാൻ ഗസ് വാട്ട് വിൽ ബി ദ ക്ലൈമറ്റ് ഔട്ട്സൈഡ്. ക്ലൈമറ്റ് എന്താവുമെന്ന് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാം അല്ലേ? സോ വാട്ട് ഹാപ്പൻ? ഹി വെൻറ്റ് ഔട്ട് ടു പിക്ക് ദ ബാഗ് and also he went out towards or near his car. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പതുക്കെ പോവാൻ തീരുമാനിച്ചതാണ്. ബട്ട് സഡൻലി he went up. Okay, that is suddenly he was shocked. എന്താണ്? അദ്ദേഹത്തിന് ഷോക്കായി. ബിക്കോസ് the wind is blowing in such a way that just the surgical knife of a doctor. ഡോക്ടേഴ്സിൻ്റെ സർജിക്കൽ നൈഫിൻ്റെ പ്രത്യേകത എന്താ? ഡു യു നോ? അവരുടെ ഓപ്പറേഷൻ ചെയ്യുന്ന കത്തി എപ്പോഴും നല്ല ഷാർപ്പായിരിക്കും അല്ലേ? സോ സെയിം ലൈക്ക് ദാറ്റ് ഹെവി വിൻഡ് ഇസ് ബ്ലോയിങ് ഔട്ട്. പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഡോക്ടർ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തുളച്ച് കയറുന്ന പോലത്തെ തണുത്ത കാറ്റാണ് വീശുന്നത്. ഓക്കെ, ഇസ് എ ക്ലിയർ? യെസ്. സോ ലെറ്റ്സ് സീ. അപ്പം അയാൾ ആ തണുത്ത കാറ്റിൽ ഓടിപ്പോവാണ്. എവിടത്തേക്കാണ് ഓടിപ്പോകുന്നത്? ഹി ഈസ് റണ്ണിങ് നിയർ ടു ഹിസ് ഗ്യാരേജ്. അദ്ദേഹത്തിൻ്റെ വണ്ടി വെച്ച ഗ്യാരേജിലേക്ക് അദ്ദേഹം ഓടിപ്പോവാണ്. ഓക്കെ, ഹിസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽറ്റി, cuffed half a dozen times, and he drove down the driveway.
but then he began to run more smoothly as he turned down grass street and onto the deserted highway. So his car start with difficulty. നമുക്കറിയാം വിൻ്റർ സീസൺ ആണ്, നല്ല തണുപ്പാണ്. അപ്പോൾ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? we have to take that is long time, we have to wait a long time to start the car start ചെയ്യാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. the car is puffing. നമുക്കറിയാം കാറ് ഓണാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാറിൻ്റെ ഒരു പഫിങ് സൗണ്ട് ഉണ്ടാവില്ലേ, ഓൺ ആവാത്ത. ഓക്കെ, സോ ഇറ്റ്സ് പഫിങ് ആൻഡ് പഫിങ്, പുക വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. then at last the car started. അവസാനം കാർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, and he is driving his car and he turned down grass street. അദ്ദേഹം ലാസ്റ്റ് എവിടെ എത്തി? കാർ ഓടിച്ച് he reached the place known as grass street. ഗ്രാസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്താണ് ഡോക്ടർ പതുക്കെ കാർ ഓടിച്ചെത്താണ്. and on to the deserted highway, and the highway is completely deserted. what is by deserted? desert എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, desert എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. ഓക്കെ, deserted എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. അതായത് ഇറ്റ്സ് മിഡ് നൈറ്റ്, രാത്രിയാണ്. അപ്പം നമുക്കറിയാം അവിടെ ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ? സോ ഇറ്റ്സ് എ deserted place. so he is thinking to himself. അദ്ദേഹം he is thinking and he is talking to himself. അദ്ദേഹം സ്വയം സംസാരിക്കുക. എന്താ പറയുക? മിസ്സസ് ഓട്ട്സോർലി. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ലേഡി? അദ്ദേഹത്തിന് ഫോൺ ചെയ്ത ലേഡീൻ്റെ പേരാണ് മിസ്സസ് ഓട്ട്, OTT, ഓട്ട് സോർലി, SORLEY. okay, Mrs. Ortsorley, that is the name of the lady. അപ്പോൾ ലേഡീൻ്റെ പേരാണ് എന്താണ്? Mrs. Ortsorley, who Dr. Benson was on his way to visit, already had almost a dozen of children. അപ്പോൾ എന്താണ്? The doctor is going to visit Mrs. Ortsorley. Mrs. Ortsorleyനെയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. and still now she has dozen of children. ഇപ്പം തന്നെ ആ ലേഡിക്ക് ഡസനോളം കുട്ടികളുണ്ട്. can you imagine dozen of children? okay, and but it seemed to the doctor that never once had she had a baby in good weather. dozen of children അവർ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും she never gave birth to a baby in a good weather. നല്ലൊരു വെതർ, നല്ല മോർണിംഗ് ടൈമിൽ ഇന്നേ വരെ ആരും പ്രസവിച്ചിട്ടുണ്ടാവില്ല. ഈ ലേഡി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ മിഡ് നൈറ്റ്. ഓക്കെ, മിഡ് നൈറ്റ് ആണ്, നോർ ഇൻ ഡേ ലൈറ്റ്, പകൽ ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് വൈൽ Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure that his father, the old Dr. Benson, had found in seeing art. Okay, so our man Dr. Benson is a young country doctor. ഇപ്പോഴത്തെ അവിടുത്തെ country doctor ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാദറും ഡോക്ടർ ആയിരുന്നു. so his father was very happy to consult his patients. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെയൊക്കെ ചികിത്സിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഏത് പാതിരാക്കും അദ്ദേഹം പോകാറുണ്ടായിരുന്നു. ബട്ട് അവർ മാൻ ഡോക്ടർ ബെൻസൺ ഹി ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. അദ്ദേഹത്തിന് ഈ രാത്രിയൊക്കെ പേഷ്യൻസിനെ ചികിത്സിക്കാൻ പോകുന്നത് ഹി കൺസിഡർ ഇറ്റ് ആസ് നോട്ട് എ ഗുഡ് വൺ. അദ്ദേഹത്തിന് നല്ലതായിട്ട് തോന്നാറുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? യെസ്. ഓക്കെ, then his father always tell that 2 or 3 babies behind in payment of his baby bills. Okay, this lady has already didn't pay some of the bills of the baby that is already born. Okay, ഇതുവരെ I told you ഒരു ഡസനോളം കുട്ടികൾ അവർ പ്രസവിച്ചിട്ടുണ്ടാകും. അതിൽ ചില കുട്ടികൾ പ്രസവിക്കുമ്പോൾ ഡോക്ടർക്ക് കൊടുക്കേണ്ടതായിരുന്ന ഫീസ് ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ളൊരു ലേഡിയാണ് ഹോ
This is Mrs. Odd Sorley. So when he is driving this car, he is thinking all these things. Is it clear? This is section 1. ഇതാണ് സെക്ഷൻ 1-ലുള്ള സ്റ്റോറി. അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ എന്താണ്? വെദർ ദ ഫോളോയിങ് ഇസ് ട്രൂ ഓർ ഫോൾസ്. താഴെ തന്നിരിക്കുന്ന ട്രൂ ആണോ ഫോൾസ് ആണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി വാസ് എൻ എൽഡർലി മാൻ. ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി വാസ് എൻ എൽഡർലി മാൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ഒരു പ്രായമായ വ്യക്തിയാണ്. പ്രായമായതാണോ? അല്ല. നമ്മൾ പറഞ്ഞില്ലേ യങ് കൺട്രി ഡോക്ടറാണ്. അപ്പം ആൻസർ എന്താണ്? ഫോൾസ് അല്ലേ? അതെ. അടുത്തത് എന്താണ്? ഹിസ് ഫാദർ ഹാഡ് ബീൻ എ കൺട്രി ഡോക്ടർ ടു. അദ്ദേഹത്തിൻ്റെ ഫാദറും ഒരു കൺട്രി ഡോക്ടറായിരുന്നു അല്ലേ? ആണ്. സോ ദ ആൻസർ ഇസ് ട്രൂ. അടുത്തത് the doctor liked late night calls. The doctor liked late night calls. ഡോക്ടറിന് late night calls ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നോ? No, he doesn't like. അപ്പോൾ ആൻസർ എന്താണ്? false ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the doctor carried 2 bags on his visit. ഡോക്ടർ 2 ബാഗാണ് അദ്ദേഹത്തിൻ്റെ ഏത് പേഷ്യൻറ്റിനെ കാണുമ്പോൾ കൊണ്ടുപോവാറ്. ദാറ്റ് ഇസ് ട്രൂ. ശരിയാണ്. 2 ബാഗാണ് അദ്ദേഹം കൊണ്ടുപോകാറ്. ഇനി മിസ്സസ് ഓഡ് സോർലി വാസ് ഹാവിങ് ഹെർ ഫസ്റ്റ് ബേബി. കറക്റ്റ് ആണോ? മിസ്സസ് ഓഡ് സോർലി എൻ്റെ ആദ്യത്തെ പ്രസവമാണ്. ആദ്യത്തെ പ്രസവമാണോ? നോ, ഷി ഹാസ് ഓൾറെഡി ഗിവൺ ബർത്ത് ടു ഡസൺ ഓഫ് ബേബി. ഡസൺ ഓഫ് ചിൽഡ്രൻ അവർ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ബേബി എന്ന് പറയുക? സോ ദാറ്റ് ഇസ് റോങ്. ട്രൂ ഓർ ഫോൾസ് മനസ്സിലായി കാണുമല്ലോ? യെസ്. ആൻഡ് ദെർ ആർ സം ആൻസർ ദ ക്വസ്റ്റ്യൻ ബ്രീഫ്ലി. ഓക്കെ. അറ്റ് വാട്ട് ടൈം ഡിഡ് ഡോക്ടർ ബെൻസൺ റിസീവ് ദ കോൾ? ഏത് ടൈമിലാണ് ഡോക്ടർ ബെൻസണിന് കോൾ വന്നത്? ഡു യു റിമെമ്പർ? നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇറ്റ്സ് അറ്റ് 2 o'clock അറ്റ് മിഡ്നൈറ്റ്. മിഡ്നൈറ്റിൽ 2 മണിക്കാണ്. ദെൻ who did he visit? Why? Who did he visit? അദ്ദേഹം ആരെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്? And why? എന്തിന്? Yes, he had to visit Mrs. Odd Sorley. Why? Because she is going to give birth to a baby. അവൾ എന്താണ്? ഒരു ബേബിയെ ഡെലിവറി ചെയ്യാൻ പോവാണ്. The next question, what did the doctor carry in his bag? അദ്ദേഹത്തിൻ്റെ ബാഗിൽ അദ്ദേഹം എന്തൊക്കെയാണ് ക്യാരി ചെയ്യാറ്? ഡു യു റിമെമ്പർ? എന്തൊക്കെയായിരുന്നു അദ്ദേഹം ബാഗിൽ ക്യാരി ചെയ്യാറ്? ദാറ്റ് ഈസ് ഹി ക്യാരി പിൽസ്. ഗുളികകൾ ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്തൊക്കെയാണ്? ലോങ് ഒബ്സ്ട്രിക്കൽ കേസസ്, എക്യുപ്മെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ അഥവാ ഓപ്പറേഷനോ അല്ലെങ്കിൽ കുട്ടിയെ എടുക്കാനോ വേണ്ട എക്യുപ്മെൻറ്റ്സ് ആയിരുന്നു. ഇനി അടുത്തത്, ഡിഡ് ദ ഡോക്ടർ റിസീവ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്? ഹൗ ഡു യു നോ? ഓക്കെ. ഡിഡ് ദ ഡോക്ടർ റിസീവ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്? അദ്ദേഹത്തിന് ശരിയായ എമൗണ്ട് ഓഫ് പൈസ കിട്ടാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ പറഞ്ഞില്ലേ ആ ലേഡി ഇനിയും പണം കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? നോ, ഹി ഡിഡ്ന്റ് ഗെറ്റ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു സെക്ഷൻ 1? I think it's clear for you. So thank you.